നമ്മൾ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ്സിൽ എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൽ ഇതിന്റെ ഉപയോഗം എങ്ങനെയാണ്? ഒന്ന്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഓക്കെ, ദ പ്രോസസ് ഓഫ് ഒപ്റ്റിമൈസിങ് എ വെബ്സൈറ്റ് ടു റാങ്ക് ഹയർ ഓൺ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് ഓർഗാനിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. നമ്മൾ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഡാറ്റ അനലിറ്റിക്സ് കോഴ്സിൽ കോഴിക്കോട് നിന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഏത് കമ്പനിയുടെ ഇതാണോ ഫസ്റ്റ് വരുന്നത്, വെബ്സൈറ്റ് ആണോ പരസ്യം വരുന്നത്, അതാണ് നമ്മൾ കൂടുതൽ എടുക്കുക. ഓക്കെ, അപ്പൊ അത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിലൂടെയാണ് ഹയർ റാങ്ക് ഈ വെബ്സൈറ്റിന് നൽകുന്നത്. ഓക്കെ, ഇൻക്രീസ് വിസിബിലിറ്റി, ഡ്രൈവ് ഓർഗാനിക് ട്രാഫിക് ആൻഡ് ബിൽഡ് അതോറിറ്റി. എ ബ്ലോഗ് പോസ്റ്റ് അപ്പിയറിംഗ് ഓൺ ദ ഫസ്റ്റ് പേജ് ഓഫ് ഗൂഗിൾ ഫോർ റിലവന്റ് ക്വയറീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഫസ്റ്റ് പേജ് ആയിട്ട് വരിക എന്ന് പറയുന്നത് അതിന്റെ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിങ്. പെയ്ഡ് അഡ്വർടൈസിങ് വേർ ബിസിനസ് പേ ഫോർ ഈച്ച് ക്ലിക്ക് ഓൺ ദെയർ ആഡ്. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉള്ളതാണ്. നമ്മൾ ഒരു ആഡ് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആരൊക്കെ ക്ലിക്ക് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമ്മൾ അതിന് പൈസ അടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ പരസ്യം ആര് യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു അതിനനുസരിച്ച് നമ്മൾ അടച്ചാൽ അതിനുള്ള എമൗണ്ട് അടച്ചാൽ മതി. ഗൂഗിൾ ആഡ് ഫോർ ബെസ്റ്റ് ലാപ്ടോപ്പ് അപ്പിയേഴ്സ് അബവ് ഓർഗാനിക് റിസൾട്ട്. അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഓർഗാനിക് റിസൾട്ട് അതിലൂടെ ഉണ്ടായി എടുക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. പ്രൊമോട്ടിംഗ് എ ബ്രാൻഡ്, പ്രൊഡക്റ്റ് ഓർ സർവീസ് ഓൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു സർവീസ് എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ കുറേ പരസ്യങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. ബിൽഡ് ബ്രാൻഡ് അവയർനെസ്, ബ്രാൻഡിന്റെ അവയർനെസ് കൂട്ടുക, ഡ്രൈവ് സെയിൽ കൂട്ടുക, എൻഗേജ് ഓഡിയൻസ് എൻഗേജ്മെന്റ് കൂട്ടുക. ഫാഷൻ ബ്രാൻഡ് റണ്ണിങ് ഓൺ ഇൻസ്റ്റാഗ്രാം ആൻഡ് ആഡ് ക്യാമ്പയിൻ ടാർഗറ്റിംഗ് മില്യണേഴ്സ്. ഒരു കമ്പനി തീരുമാനിക്കാണ് അവരുടെ പ്രൊഡക്റ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് ഇട്ടാൽ മതി, അതിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തും. കണ്ടന്റ് മാർക്കറ്റിംഗ്, ക്രിയേറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് വാല്യുബിൾ, റിലവന്റ് ആൻഡ് കൺസിസ്റ്റന്റ് കണ്ടന്റ് ടു അട്രാക്ട് ആൻഡ് റിട്ടൈൻ ഓഡിയൻസ്. റിലവന്റ് ആയിട്ടുള്ള, വാല്യുബിൾ ആയിട്ടുള്ള, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടന്റ് എന്താണ് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, ബിൽഡ് ട്രസ്റ്റ്, എഡ്യൂക്കേറ്റ് കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഗൈഡ് ദം through the buyer's journey. A tech company publish a blog, top 10 tips for cyber security top 10 tips. അങ്ങനെ കുറെ വീഡിയോസ് ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് എന്ത് ചെയ്യും? ആളുകൾ ഈ കമ്പനിയിലേക്ക് എത്തിപ്പെടും. ഓക്കെ, ഇമെയിൽ മാർക്കറ്റിംഗ്, സെൻഡിങ് പേഴ്സണലൈസ്ഡ് ഇമെയിൽസ് ടു നർച്ചർ ലീഡ്സ് ആൻഡ് റിട്ടൈൻ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനെ നമുക്ക് ലീഡ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പേഴ്സണലൈസ്ഡ് ഇമെയിൽസ് അയക്കുക. ബിൽഡ് റിലേഷൻഷിപ്പ്, പ്രൊമോട്ട് പ്രൊഡക്റ്റ് സർവീസ് ആൻഡ് ഡ്രൈവ് കൺവേർഷൻ. ഓക്കെ, എ റീറ്റെയിലർ സെൻഡിങ് എ ഡിസ്കൗണ്ട് കോഡ് ടു സബ്സ്ക്രൈബേഴ്സിന് ഒരു ഡിസ്കൗണ്ട് കോഡ് സെൻഡ് ചെയ്യാം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, പാർട്ട്ണറിംഗ് വിത്ത് അഫിലിയേറ്റ്സ് ഹു പ്രൊമോട്ട് യുവർ പ്രൊഡക്റ്റ് ഇൻ എക്സ്ചേഞ്ച് ഫോർ കമ്മീഷൻ എന്ത് ചെയ്യാണ്? നമ്മൾ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ പല ബ്ലോഗർമാരും പല ഇമെയിൽ ഇതിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ റീൽ ഇടുന്നത്. അതെന്താണ്? ഒരു പാർട്ട്ണറിംഗ് ആണ്. ഞാൻ ഇന്ന ഹോട്ടലിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തിടും. അതെന്ത് ചെയ്യും? അത് കൂടുതൽ ആളുകളിലേക്ക് ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് എത്തിപ്പെടുന്നതിന് സഹകരിക്കും. അതാണ് പാർട്ട്ണറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഡ്രൈവ് സെയിൽസ് ത്രൂ പെർഫോമൻസ് ബേസ്ഡ് അപ്രോച്ച്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, കൊളാബറേറ്റിംഗ് വിത്ത് ഇൻഫ്ലുവൻസേഴ്സ് ടു പ്രൊമോട്ട് യുവർ ബ്രാൻഡ് ടു ദെയർ ഫോളോവേഴ്സ്. ഫോളോവേഴ്സിന്റെ ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാണ്? കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ ഇടും. നമ്മൾ കണ്ടിട്ടുണ്ടാവും. എ ബ്യൂട്ടി ഇൻഫ്ലുവൻസർ റിവ്യൂയിങ് ആൻഡ് റെക്കമെൻഡിങ് എ സ്കിൻ കെയർ പ്രൊഡക്ട്സ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാണ്? റെക്കമെൻഡ് ചെയ്തുകൊണ്ട് റിവ്യൂ ചെയ്തുകൊണ്ട് ഒരു ഇൻഫ്ലുവൻസർ എന്ത് ചെയ്യും? ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് എത്തും. ഓക്കെ, നമ്മൾ അത് കണ്ടിട്ട് സാധനങ്ങൾ വാങ്ങുന്ന ആളുകളുടെ. മൊബൈൽ മാർക്കറ്റിംഗ്, റീച്ചിങ് ഓഡിയൻസ് ത്രൂ മൊബൈൽ ഡിവൈസസ് ബൈ ആപ്സ്, SMS, പുഷ് നോട്ടിഫിക്കേഷൻ, മൊബൈൽ ഒപ്റ്റിമൈസ്ഡ് ആഡ്സ്. മൊബൈലിലൂടെ ആപ്പിലൂടെ ഈ SMS-ലൂടെ ഒക്കെ ആളുകളിലേക്ക് മെസ്സേജ് വഴിയോ മറ്റു മാർഗങ്ങളോ ഓഡിയൻസിലേക്ക് എത്തിച്ചേരാം. റെസ്റ്റോറന്റ് സെൻഡിങ് 10% ഓഫ് SMS ടു നിയർ ബൈ കസ്റ്റമേഴ്സ്. അതൊക്കെ സാധ്യമാണ്. ഈ പരിസരത്തുള്ള കസ്റ്റമേഴ്സിന് 10% ഓഫ് ഉണ്ട് എന്നാണ് മെസ്സേജ് പോവാം. വീഡിയോ മാർക്കറ്റിംഗ്, വീഡിയോ കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യുക? എഡ്യൂക്കേറ്റ് ചെയ്യാൻ, എന്റർടൈൻ ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പല
വീഡിയോസ് ഷെയർ ചെയ്യാം. ഓക്കെ, എ സോഫ്റ്റ്വെയർ കമ്പനി ക്രിയേറ്റിംഗ് എൻ എക്സ്പ്ലൈനർ വീഡിയോ അബൌട്ട് ഈസ് പ്രൊഡക്റ്റിന്റെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വീഡിയോ ഒരു സോഫ്റ്റ്വെയർ കമ്പനി പബ്ലിഷ് ചെയ്യാറുണ്ട്. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എ പെയ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ദാറ്റ് ഫോക്കസ് ഓൺ ഇൻക്രീസിംഗ് വിസിബിലിറ്റി ഓൺ സെർച്ച് എഞ്ചിൻ ത്രൂ ആഡ്സ്. പെയ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. ഓക്കെ, അത് ഗ്ലോബൽ ഗൂഗിൾ ആഡ്സ് വഴിയാണ് സാധ്യമാകുന്നത്. ഓൺലൈൻ പബ്ലിക് റിലേഷൻ മാനേജിംഗ് ബ്രാൻഡ്സ് ഓൺലൈൻ റെപ്യൂട്ടേഷൻ ത്രൂ പ്രസ് റിലീസ് റിവ്യൂസ് ആൻഡ് റെസ്പോണ്ടിങ് ടു ഫീഡ്ബാക്ക്. ഓക്കെ, പ്രസ് റിലീസിലൂടെ, റിവ്യൂയിലൂടെ അല്ലെങ്കിൽ ഫീഡ്ബാക്കിലൂടെ ഒക്കെ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ് ചെയ്യാം. ഓക്കെ, ഇനി ചാറ്റ് ബോട്ട് മാർക്കറ്റിംഗ് നമ്മൾ കണ്ടിട്ടാണോ? ചാറ്റ് ബോട്ടുകൾ ഇതിലൊക്കെ ടെലഗ്രാമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിലൂടെയുള്ള മാർക്കറ്റിംഗ്. കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ optimizing a website or landing page to increase percentage visit who convert. ഓക്കെ, ഇനി ഡീറ്റെയിൽ മാർക്കറ്റിംഗ് ടൂൾ ആണ് നമ്മൾ പറയുന്നത്. കുറേ ടൂളുകൾ ഉണ്ട്. ഒന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് SEO ടൂൾ, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ടൂൾസ്, ഇംപ്രൂവ് വെബ്സൈറ്റ് റാങ്കിങ് ഓൺ സെർച്ച് എഞ്ചിൻ, ഗൂഗിൾ സെർച്ച് കൺസോൾ, സെംബ്രഷ്, അങ്ങനെ കുറെ മോസ്. ഇതൊക്കെ ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. കീവേഡ് അനാലിസിസ്, ബാക്ക് ലിങ്ക് മോണിറ്ററിംഗ്, സൈറ്റ് ഓഡിറ്റ്, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് ടൂൾസ്, ഓട്സ്യൂട്ട്, ബഫർ, സ്പ്രൗട്ട്, സോഷ്യൽ ലേറ്റർ, ഇതുപോലുള്ള ടൂളുകൾ. ഷെഡ്യൂൾ പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്യുക, മോണിറ്റർ മെൻഷൻസ് മോണിറ്റർ ചെയ്യുക, അനലൈസ് എൻഗേജ്മെന്റ്, മാനേജ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആൻഡ് ട്രാക്ക് പെർഫോമൻസ്. സോഷ്യൽ മീഡിയയിലൂടെ ഒരു ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യുക, അത് ട്രാക്ക് ചെയ്യുക. ഇമെയിൽ മാർക്കറ്റിംഗ് ടൂൾസ്, ക്രിയേറ്റ് ആൻഡ് ഓട്ടോമാറ്റിക് ഇമെയിൽ ക്യാമ്പയിനിങ്, ഓട്ടോമാറ്റിക് ആയിട്ട് ഇമെയിലിലൂടെ മെസ്സേജ് സെൻഡ് ചെയ്യുക, മെയിൽ. അതിന് ഉള്ള ടൂളുകൾ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് കോണ്ടാക്ട്, മെയിൽ ചിമ്പ്, അപ്സ്പോട്ട് ഇമെയിൽ, കൺവേർട്ട് കിറ്റ്, ഇതുപോലുള്ള ടൂളുകൾ. കണ്ടന്റ് മാർക്കറ്റിംഗ് ടൂള്, ഗ്രാമർലി, ക്യാൻവ, ബസുമോ, വേർഡ് പ്രസ് പോലുള്ള കാര്യങ്ങൾ. കണ്ടന്റ് ഡിസൈൻ ചെയ്യുക, SEO ഒപ്റ്റിമൈസേഷൻ, ടോപ്പിക് റിസർച്ച്. പെയ്ഡ് അഡ്വർടൈസിംഗ് ടൂള്, ഗൂഗിൾ ആഡ്സ്, ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ, മൈക്രോസോഫ്റ്റ് അഡ്വർടൈസിംഗ്. ഓക്കെ, മാനേജ് ആൻഡ് ഒപ്റ്റിമൈസ് പെയ്ഡ് ക്യാമ്പയിൻ. CRM ടൂൾസ്, സെയിൽസ് ഫോഴ്സ്, അപ്സ്പോട്ട്, CRM, സോഹോ CRM. മാനേജ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ആൻഡ് സെയിൽസ് പൈപ്പ് ലൈൻ. കമ്പനിയുടെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാനുള്ള ടൂളുകളാണ്. മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ ടൂള്, മാർക്കറ്റോ, പാർഡോട്ട്, ആക്റ്റീവ് ക്യാമ്പയിൻ പോലുള്ള ടൂളുകൾ. ഇനി വീഡിയോ മാർക്കറ്റിംഗ് ടൂൾസ് നമുക്കറിയാം. യൂട്യൂബ് സ്റ്റുഡിയോ, വിമിയോ, അനിമോട്ടോ, അഡോബ് പ്രീമിയർ പ്രോ പോലുള്ള ടൂൾ. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ടൂൾസ്, റിഫ്രഷൻ, CJ അഫിലിയേറ്റ്, ഷെയർ എ സെയിൽ, ഇതുപോലുള്ള ടൂളുകൾ. ഓക്കെ, ചാറ്റ് ബോട്ട് ടൂളുകൾ, ഡ്രിഫ്റ്റ്, ഇന്റർകോം, ചാറ്റ് ഫ്യൂൾ, ചിഡിയോ പോലുള്ള ടൂളുകൾ. ഇനി പ്രോസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് ഡീറ്റെയിൽ മാർക്കറ്റിംഗ് ടൂൾസ്. ഇതിന്റെ പ്രോസ്, അതിന് പോസിറ്റീവ്, അതിന്റെ കോൺസിക്വൻസ് ആണ് പറയുന്നത്. ഒന്ന് എഫിഷ്യൻസി. പ്രോസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് റിപ്പീറ്റേറ്റീവ് ടാസ്ക് ലൈക്ക് ഇമെയിൽ ക്യാമ്പയിൻ, സോഷ്യൽ മീഡിയ ഷെഡ്യൂളിംഗ്. ഓട്ടോമാറ്റിക് ആയിട്ട് വീണ്ടും നമുക്ക് ചെയ്യാൻ കഴിയും. സേവ് ടൈം ആൻഡ് എഫേർട്ട്. റിക്വയർഡ് സ്റ്റേബിൾ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ടു ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻ നിർബന്ധമാണ്. ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ പ്രൊവൈഡ് ഇൻസൈറ്റ് ഇൻ ടു കസ്റ്റമർ ബിഹേവിയർ ആൻഡ് ക്യാമ്പയിൻ പെർഫോമൻസ്. ക്യാമ്പയിന്റെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കസ്റ്റമറിന്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ സാധിക്കും. സം ടൂൾസ് ആർ ലേണിംഗ് കർവ് ആൻഡ് റിക്വയർ ട്രെയിനിങ് ഓർ എക്സ്പെർട്ടൈസ് ടു യൂസ് എഫക്റ്റീവ്ലി. വളരെ കൃത്യമായിട്ട് ട്രെയിനിങ് ലഭിച്ച എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ ചിലത് സാധിക്കുള്ളൂ. ഇനി കോസ്റ്റ് എഫക്റ്റീവ് അഫോർഡബിൾ ടൂൾ അവൈലബിൾ ഫോർ സ്മോൾ ടു ലാർജ് ബിസിനസ്. ലാർജ് ബിസിനസ്സസിനും സ്മോൾ ബിസിനസ്സസിനും അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ടൂൾ അവൈലബിൾ ആണ്. ഓക്കെ, മെനി ടൂൾസ് റിക്വയർ സബ്സ്ക്രിപ്ഷൻ നിർബന്ധമാണ്. വിത്ത് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഓഫർ ലോക്ക്ഡ് ബിഹൈൻഡ് ഹയർ പ്രൈസിംഗ് ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചാറ്റ് GPT എടുക്കുക, അതിന് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഉള്ള ആളുകൾക്കാണ് അതിലെല്ലാ ടൂളുകളും യൂസ് ചെയ്യാൻ സാധിക്കുക. സ്കെയിലബിലിറ്റി ടൂൾസ് ക്യാൻ സ്കെയിൽ വിത്ത് ദ ബിസിനസ് ഈസ് ആസ് ഇറ്റ് ഗ്രോ. നമുക്ക് സ്കെയിൽ ചെയ്യാൻ സാധിക്കും. ഇന്റഗ്രേഷൻ ഇഷ്യൂ മേ അറൈസ് ലീഡിങ് ടു ഇൻഎഫിഷ്യൻസി. ചിലപ്പോൾ പല ടൂളുകളും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ അറൈസ് ചെയ്യാറുണ്ട്, അത് ഇൻഎഫിഷ്യൻസിയിലേക്ക് നയിക്കും. ഇതിൽ പേഴ്സണലൈസേഷൻ ഇനാബിൾ ടൈലേർഡ് ക്യാമ്പയിൻ യൂസിങ് ഡാറ്റ ലൈക്ക് യൂസർ പ്രിഫറൻസ്, ബിഹേവിയർ, ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് പേഴ്സണലൈസേഷൻ സാധ്യമാണ്. ഓവർ റിലയൻസ് ഓൺ ഓട്ടോമേഷൻ ക്യാൻ റെഡ്യൂസ് ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി ആൻഡ് പേഴ്സണലൈസേഷൻ. ഓട്ടോമാറ്റിക് ഉള്ള ടൂളുകൾ ഉണ്ട്, അത് ഹ്യൂമന്റെ ക്രിയേറ്റിവിറ്റിയും പേഴ്സണലൈസേഷനെയും ബാധിക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ കോൺസിക്വൻസും അതിന്റെ പ്രോസും പറയുന്നത്.